എന്താണ് ഒരു ചിന്താശേഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? അവരുടെ മനസ്സിലിരിപ്പ് മാഷ് പിടിയിട്ടില്ലേ? ഞാൻ എന്താ കണിയാനാ ഗണിച്ച് കണ്ടുപിടിക്കാൻ? അവർ പറഞ്ഞേ ശ്രദ്ധിച്ചോ? ഇത് മാഷക്ക് അവകാശപ്പെട്ട പൈസ ആണെന്ന് കൂട്ടിക്കോളിന്ന്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അവരതൊരു സ്ത്രീധനായിട്ടാ തരുന്നത്. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് മൂന്നാമതൊരു കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് നിന്റെ അല്ലേ? രണ്ടെണ്ണുള്ളതിനെ കൊണ്ടു നടക്കാനുള്ള പാട് എനിക്ക് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അന്ത്രു, നിന്റെ തല ഈ ചുമരമ്മ കൂട്ടി ഒരു ഇടിച്ചാൽ പിന്നെ നമ്മളെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് ഓരോ മോളെ കെട്ടിക്കാൻ ഒരു കണ്ണുണ്ട്. മോന്റെ സ്ത്രീധനം വാങ്ങി മോളെ കെട്ടിക്കല് പുത്തരിയൊന്നല്ലല്ലോ. വലിയ കോയിക്കൽ തറവാട്ടുകാരായിട്ടൊരു ബന്ധുത്വം ഉണ്ടാവാന്ന് പറഞ്ഞാ നമുക്കതൊരു അഭിമാന. അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരട്ടെ, അതിനുമുമ്പ് നീ അതിന്റെ മൂളി കയറി ചാടി പിടിച്ചാലോ? രാധികയുടെ കാര്യല്ലേ പറയാൻ പോണത്? ഇനി ഒന്നും പറയണ്ട, നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം അങ്ങ് നടത്തുക. അപ്പോ നിനക്ക് എതിർപ്പൊന്നുമില്ലേ? എതിർപ്പോ? ഇതെന്റെ ഒരു വാശിയും കൂടെയാ. വലിയ കോയിക്കലെ പെങ്കൊച്ചിന്റെ കഴുത്തേൽ ആരാ താലി കെട്ടണമെന്ന് എനിക്ക് ചിലരെയൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. സത്യത്തിൽ ആരെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം നീ പറയണേ? മാധവൻകുട്ടിയെ കൊണ്ട്. അതെ. എന്താ അല്ലേ? അവനെ കൊണ്ട് തന്നെ. അല്ല കോളാ കോള്. അതിന് ഞാനൊരു വഴി പറയട്ടെ. ആ പിഷാരടി മാഷിന് റിട്ടയർഡ് ആവാൻ 6 മാസം കൊണ്ടല്ലേ ഉള്ളൂ. മാഷെ കൊണ്ട് ലീവ് എടുപ്പിക്കണം. 6 മാസത്തെ ശമ്പളം ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാ പോരെ? അത് കൊള്ളാലോ. നീ ഞാൻ വിചാരിച്ചത് പോലെയല്ല കേട്ടോ. മാഷ് എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെന്നേ. എന്നാ ഞാൻ പറയട്ടെ മാഷ് എന്താ വിചാരിച്ച? എനിക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടെന്ന്. എന്നാ ഇനി ഒരു സത്യം പറയട്ടെ. എനിക്ക് ബുദ്ധിയുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ. അതങ്ങനെ കൊട്ടിക്കൊഴിച്ചോണ്ട് നടക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലേ. എന്റെ ഈശ്വര. എന്താ മാഷേ? ഒന്നുമില്ല. ഈ മാഷയുടെ കാര്യം